ഇത്തരമൊരു ടൈറ്റിൽ കാണുമ്പോൾ പലരും നെറ്റി വിളിച്ചേക്കാം, പ്രധാനമായും നമ്മുടെ മഹാനടന്മാരിൽ ഒരാളായിട്ടുള്ള മോഹൻലാലിൻ്റെ ആരാധകർക്ക്. ആദ്യമേ പറയട്ടെ, ഈ ദൃശ്യം സിനിമയുടെ പ്രധാന മികവ് എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ മോഹൻലാലിൻ്റെ അഭിനയത്തിലെ റിയാലിറ്റി തന്നെയാണ്. ഈ റിയാലിറ്റീനെ വളരെ നന്നായിട്ട് അതിൻ്റെ സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ സിനിമയുടെ അടിത്തറ എപ്പോഴും വളരെ സാമൂഹ്യ വിരുദ്ധമായ ഒന്നാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഇതൊരു അടിസ്ഥാന ലോജിക്കില്ലാത്തൊരു സിനിമയാണ്. കാരണം എന്താണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു അക്രമി കടന്നു വരുന്നു, ആ വീട്ടിലെ പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീകളെ ലൈംഗികമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അതിനെ ചെറുക്കുന്നതിന് അയാൾ കൊല്ലപ്പെടുന്നു. അത് നിസ്സാര കേസാണ്. ഈ കേസ് കോടതിയിൽ പോയാൽ ഒരു കുഴപ്പമില്ലാതെ അവർ രക്ഷപ്പെട്ടു പോരുന്നതാണ്. ചില മാനഹാനികളുണ്ടാവും, അത് പിന്നീട് ഉണ്ടായുള്ളൂ, ഇപ്പോഴും ഉണ്ടായുള്ളൂ അത്. അപ്പോൾ പിന്നെ അതിന് ചെയ്യാതെ എന്താണ് പിന്നെ ചെയ്യുന്നത്? അദ്ദേഹം തെളിവ് നശിപ്പിക്കൽ കൂടിയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഈ 3 സിനിമകളുടെ അടിസ്ഥാനം അതായതുകൊണ്ട് തന്നെ ഈ 3 സിനിമയും ഒരു ലോജിക്കില്ലാത്തൊരു സിനിമയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു നിയമവ്യവസ്ഥയുടെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആശയപരമായ അടിത്തറ വളരെ സാമൂഹ്യ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഈ സാമൂഹ്യ വിരുദ്ധമായ ഈ ആശയം ശ്രീനിവാസൻ തൻ്റെ സന്ദേശത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന സന്ദേശം, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ സിനിമകളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ചിന്താരീതിയാണ്. ആ രീതി എന്താണെങ്കിൽ സാമൂഹ്യ മനുഷ്യനെ വ്യക്തിമനുഷ്യനായിട്ട് ചുരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം.